ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ വീടിന്റെ പാല് കാച്ചലാണ് ആ വീഡിയോ കേട്ടോ. ഇന്നലെ വന്നു കിടന്നപ്പം 12 മണിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും ടയർഡായി, തൊണ്ടയൊക്കെ പോയി തുടങ്ങി. കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പും എല്ലാം കൂടെ അടിച്ചിട്ടുണ്ടല്ലോ. തൊണ്ട ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇന്നത്തെ കാര്യം എങ്ങനെയാവും എന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ കീ കിട്ടി കഴിഞ്ഞിട്ട് 2 ദിവസം ഉണ്ടായിരുന്നുണ്ട് കയ്യിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ കൊണ്ട് ഏകദേശം ഒന്ന് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടുന്ന് ഷിഫ്റ്റിക്കുണ്ട്, അതെന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഇന്നത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമാധാനം ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കുട്ടി ഹൗസ് ഫാമിങ്ങും, ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്കറിയാവുന്ന ഒരു 10-15 പേരൊക്കെ ഉള്ളൂ. അപ്പം കുട്ടി ഹൗസ് ഫാമിങ്ങും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ കുക്കിങ്ങും പരിപാടിയൊക്കെ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് രാവിലെ 11 മണിക്കാട്ടോ പരിപാടിയും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് അവ എഴുന്നേക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഒന്ന് കുളിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി 12 മണിയായപ്പോഴാണ് വന്ന് കിടന്നത്. എൻ്റെ തലയൊന്നും പൊങ്ങുന്നില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഷിഫ്റ്റിംഗ് കാര്യം ഓർക്കുമ്പോൾ അതിലേറെ തലവേദന എടുക്കുന്നുണ്ട്. എല്ലാം ശരിയായിട്ട് പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഓരോ മൂലയ്ക്ക് ഇങ്ങനെ ഓരോരോ കാർഡ്ബോർഡ് ബോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം പാക്കിങ് നടക്കുന്നതാണ്. പിന്നെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഇവിടെ വെളിയിൽ കിടപ്പുണ്ട്. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളായിട്ട് ഫുൾ മെസ്സാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വേണം ഇന്നൊന്ന് ഇറങ്ങി പോവാൻ. എന്താവും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് പയ്യെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കുളിയും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് റെഡി ആവണം. ചേട്ടൻ അവിടെ അതെ, ഇവിടെ അവിയാണെങ്കിൽ ഓരോ മല്ലി പിടിച്ച പരിപാടികളുമായിട്ടാണ്. അപ്പം നമുക്ക് പയ്യെ റെഡിയാവാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് പയ്യെ റെഡിയാവാൻ തുടങ്ങാം. അജയ് ചേട്ടനാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അവിനെയും അജയ് ചേട്ടനെയും അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പയ്യെ റെഡിയാവാൻ തുടങ്ങാം. ഇല്ലെങ്കിൽ ലേറ്റ് ആയല്ലോ. ഇനി അജയ് ചേട്ടൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പോകണം. അപ്പം ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോവാം. ബാക്കി പരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഓരോ സാധനം, അതായത് കുറച്ച് കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് പോവാം കേട്ടോ. പശനൂരിൽ ട്രിപ്പ് പോയിട്ടുണ്ട്, അവിയാ കൂടെ പോയിട്ടുണ്ട്. ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പയ്യെ പോവാം കേട്ടോ. ഇറങ്ങാം. ഇനിയിപ്പം ഒരുപാട് സമയമൊന്നുമില്ലല്ലോ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ തുടങ്ങാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എല്ലാവരും വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമുക്ക് ഈ കയറുമ്പം പിടിക്കാനുള്ള വിളക്കും അതുപോലെ തട്ടും അങ്ങനെയുള്ള കാര്യമൊക്കെ ഇതിനെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് ഗോപികയായിരുന്നു. ഗോപിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ ശരിക്കും ഒരു ഫാമിലി ആട്ടോ. ഇവിടുത്തെ ഞങ്ങളുടെ എന്താ പറയുക, അവളില്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പം എല്ലാത്തിനും അവളാണ് മുമ്പിലുണ്ടായിരുന്നത്. വീഡിയോ എടുത്തു തരാനും ഡെക്കറേഷൻ ചെയ്യാനും ഷിഫ്റ്റിംഗ് ചെയ്യാനും എല്ലാത്തിനും അവളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണ് ഇപ്പോൾ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തട്ടം ഡെക്കറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ തട്ടമായിരുന്നു കേട്ടോ. അവൾ നന്നായിട്ട് എഫേർട്ട് എടുത്തത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഇങ്ങനെ ഓടി നടന്നായിരുന്നു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. നോർവിച്ചിൽ മലയാളി കട നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനായിട്ട് എനിക്ക് പൂവൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നത്. മുല്ലപ്പൂവൊക്കെ നമ്മൾ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. അങ്ങനെ നമ്മൾ പാല് കാച്ചണ ഏരിയും അതുപോലെ തന്നെ കയറാൻ നേരത്ത് വേണ്ട വിളക്കും തട്ടും ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കയറാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നല്ല കാറ്റുള്ളതുകൊണ്ട് വിളക്ക് കെട്ടുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാട്ടോ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുക പറഞ്ഞു. അങ്ങനെ താണ്ടി നമ്മുടെ വലിയൊരു ആഗ്രഹമായ വീടെന്നൊരു സ്വപ്നം, എന്താ പറയുക, എല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ ഇതെന്ന് പറയണത്. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി പാല് കാച്ചാൻ വേണ്ടി എൻ്റെ പാലൊക്കെ ഒഴിച്ചു കേട്ടോ ചേട്ടൻ. ഞാനാണെങ്കിൽ ഇങ്ങനെ ആ സമയത്തായിരുന്നു കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ ഡീൽ ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ ആ സമയത്ത്. അന്നേരം പിന്നെ ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു ഇവിടെ വന്ന് നിൽക്ക്, പാല് കാച്ചണ്ടേ, നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഓടി വരുമായിരുന്നു കേട്ടോ ചെയ്തത്. കാരണം നമുക്ക് ഗസ്റ്റിനെ നോക്കണം, ഇതും ചെയ്യണം, എല്ലാം കൂടെ വേണമല്ലോ. അങ്ങനെ കണ്ട്
ഇതാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. പാല് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് നല്ല കത്തേടി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പാലുകാച്ചൽ കഴിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ ബിസിയായിരുന്നു. കുറേ ഗസ്റ്റുകൾ വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ. 1 by 1 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവരൊക്കെ നമ്മുടെ കൂടെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം പിന്നെയും ഗസ്റ്റ്, അതായത് രാവിലെ വിളിച്ച് വരാൻ പറ്റാത്തവരൊക്കെ ഈവനിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരെ ഡീൽ ചെയ്യായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഗസ്റ്റൊക്കെ ഒന്ന് പോയി കഴിയാൻ വേണ്ടി ഏകദേശം ഒരു 9-9:30 അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കയറി ഒരു ചെറിയ റൗണ്ട് ക്ലീനിങ് ചെയ്തത്. രാവിലെ മുതലുള്ള സാധനങ്ങൾ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് പഴയ വീട്ടിൽ പോകണമായിരുന്നു. പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഏകദേശം ഒരു 10-12 മണിയായപ്പോഴാട്ടോ നമ്മൾ കിടത്തേണ്ടിട്ടായിരുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ പാലുകാച്ചലും പരിപാടികളൊക്കെ ചെയ്തല്ലോ. അത് കഴിഞ്ഞ് ഒട്ടും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. കാരണം വെച്ചിട്ട് എല്ലാവരും പിന്നെ 1 by 1 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും അതിൽ ബിസിയായി. പിന്നെ ഫുഡ് വന്നു, കഴിക്കാൻ പോയി, അങ്ങനെ മൊത്തത്തിൽ ബിസിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കൂടെ ഒരു വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടേണ്ടി വരും. എന്നാണ്ട് ഇന്നലെ 10-12 മണിയായിട്ട് കിടക്കുന്നപ്പം, കാരണം നമുക്ക് പിന്നെയും ഇവിടുത്തെ പരിപാടി എല്ലാവരും തന്നെ പോയി കഴിഞ്ഞപ്പോൾ ഒരു 9 മണി ഏകദേശം എടുക്കുന്നു. ഒതുക്കി കഴിഞ്ഞപ്പോൾ 9 മണിയായി. ഒതുക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒതുക്കൽ മാത്രമേ നടന്നുള്ളൂ. ഇത് നമ്മൾ മറ്റേ വീട്ടിൽ പോയി ഇന്ന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. അറിയത്തില്ല പെട്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് പോളൻ്റെ അലർജി ഉണ്ട്. കൂടാതെ ഇത് പുതിയ സ്ഥലം കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. പൊടി അടിച്ചിട്ട് ഇന്നലെ രാത്രി തുമ്മി മടുത്തു. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തൊണ്ടയും മൂക്കും ഒക്കെ പോയിരിക്കുകയാണ്. ഇനിയിപ്പം നല്ല പണിയാണ്, കാരണം ഫുൾ ഷിഫ്റ്റിങ് ചെയ്യണം. അങ്ങനെ പരിപാടിയുണ്ട്. പിന്നെ അവന് സ്കൂളിൽ കൊണ്ടുവരണം. അവർ സ്കൂളിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു 20 minutes പോകണം. അപ്പോൾ രാവിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്ന ദിവസം കേട്ടോ. കാരണം എത്ര സമയം എടുക്കും, നമ്മൾ ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തെടുക്കണമല്ലോ. ഈ ഇന്നും നാളെ ഒക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ഷിഫ്റ്റിങ്ങും എൻ്റെ പഴയ വീട്, നിങ്ങളുടെ പഴയ വീടും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാൽ വെച്ചുകൊണ്ടിരിക്കുക. അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. കഴിക്കാനൊന്നുമില്ല. അച്ഛൻ പോയി ബ്രെഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്നു. ഇന്ന് ബ്രെഡും മുട്ടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അജേഷേട്ടൻ ബ്രെഡ് മേടിക്കാൻ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്നലെ രാവിലെ ഞാൻ അജേഷിൻ്റെ കയ്യിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ വെക്കണ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. കിച്ചണാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഒരു ധാരണയില്ല. അപ്പം ഇത് ഇപ്പോഴേ ഒന്ന് തുടങ്ങിയാലാണ് 2 ദിവസം കൊണ്ടെങ്കിലും നമുക്ക് കിച്ചൺ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ സമയത്ത് അജേഷേട്ടൻ പോയിട്ട് വരിക. അപ്പോൾ ഏതായാലും എനിക്ക് സമയം കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കൊണ്ടുവന്നതിന് ശേഷമാണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്ന്. ഈ സമയമായപ്പോഴത്തേക്കും എന്താണ്ട് അവി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവി ഇന്നലെ ഏതായാലും നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ പഴയ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇതാണ്ട് അവീനെ അജേഷേട്ടൻ കൊണ്ടുവിടാൻ പോയിട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം. ഇന്ന് ഏകദേശം നമുക്ക് ട്രാഫിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്കാം. എങ്കിൽ ഏകദേശം ഇറങ്ങേണ്ട സമയമൊക്കെ നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അജേഷേട്ടനും അവയും പോയി. ഇനി വീട് ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ല കേട്ടോ. ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. നമുക്ക് എന്താണെങ്കിലും ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ കിടന്നുകൊണ്ടിരുന്നത് അവിടെ നിന്നാകുമ്പം ഒരെത്തും കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏത് സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ ബെഡ്റൂമിലുള്ളൂ, അതങ്ങ് സോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയൊക്കെ പിന്നെ പയ്യെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറേ സാധനങ്ങളൊക്കെ ഞാൻ ബെഡ്റൂമിൽ, അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഉപയോഗിക്കാത്ത, അതൊക്കെ എടുത്ത് സിപ്പ് ബാഗിലൊക്കെ ആക്കി എല്ലാം എയർ ടൈറ്റ് ബാഗ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഒഴുകിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അയച്ചേട്ടനിപ്പം അവനെ കൊണ്ടുവിട്ടിട്ട് വരും. പിന്നെ ബാക്കി ഒരുമിച്ച് ഇന്ന് മൊത്തം ഈ വീട്ടിൽ നിന്നാലും അടുക്കിപ്പറക്കിൽ കഴിയുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അവയുടെ കട്ടിലുണ്ട്, അത് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കണം കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ അവിടെ ചെന്നിട്ട് അത് സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. നമുക്ക് ഓരോ വഴിക്ക് തുടങ്ങാം. ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ ഒരു വീട് ഷിഫ്റ്റിംഗ് പരിപാടി ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണ
കേട്ടിട്ടുണ്ട്, എന്നാലും ഇത്രയ്ക്ക് ഭീകരമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കേൾക്കുന്നതിനേക്കാളും ഭീകരമാണ് സത്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. കാരണം എന്ത് പാക്ക് ചെയ്യണം, ഏത് പാക്ക് ചെയ്യണം, എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോഴാണെങ്കിലും അജയ് ചേട്ടനായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം വേറൊരു വീട്ടിലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അജയൻ്റെ തുണിയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് ഇത്രയോ സാധനങ്ങളും ആയത്. കാരണം ഞാൻ വന്നപ്പോഴായിരുന്നു മിക്സി, പിന്നെ കുക്കിങ്ങിനുള്ള വേറെ ഐറ്റംസും, പിന്നെ ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 4-4.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് അല്ലല്ലോ, മീൻസ് ചെറിയ ടൈം പീരീഡ് അല്ലല്ലോ. ആ സമയത്ത് നമ്മൾ നാട്ടിൽ നിന്നാണേലും പിന്നെ അവയുടെ കുറേ ടോയ്സും കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു റെൻ്റൽ കാറല്ല ഒരു വാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2-3 പ്രാവശ്യം നമ്മുടെ വണ്ടിയാണെങ്കിൽ ഒരു 3 ഒരു 8 പ്രാവശ്യം കൊണ്ടുപോയാലും സാധനങ്ങളൊന്നും തീരില്ല. അപ്പോൾ വാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒരു റെൻ്റൽ കാർ എടുത്തിട്ടാട്ടോ നമ്മൾ കൊണ്ടുപോകണേ. പിന്നെ ഈ സിപ്പ് ബാഗിൻ്റെ അകത്ത്, അതായത് എയർ ടൈറ്റിങ് ബാഗോ അങ്ങനെ കണ്ടാട്ടോ ഇതിന് പറയണത്, നമ്മൾ കയറ്റി വെച്ചിട്ട് ഇതിനകത്തുള്ള എയറെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ഇത് ഷ്രിങ്കായിട്ട് വരും. അപ്പം നമുക്ക് എന്താ പറയുക, കൂടുതൽ സാധനങ്ങൾ കൊള്ളുമല്ലോ ഈ കാർഡ് ബോക്സിൻ്റെ അകത്താണേലും. പിന്നെ ലാപ്ടോപ്പുകളൊക്കെ നന്നായിട്ട് മാറ്റി ഇത് വെക്കണം, ഇല്ലെങ്കിൽ ഇത് തപ്പി പിടിക്കാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ ബാക്ക് പാക്കിൻ്റെ അകത്താട്ടോ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തൊക്കെ വേണ്ടാന്ന് നോക്കി സോർട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ മീൻസ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് വേണ്ടാത്ത സാധനങ്ങൾ ഒക്കെ ഒഴിവാക്കിയതിന് ശേഷമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങളെ കൂട്ടി വെച്ച് ഒരുപാടാവുമല്ലോ. അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ടായിരുന്നു പാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ മേജറായിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന 2-3 സാധനങ്ങൾ, അവയുടെ കട്ടിൽ, അജയ് ചേട്ടൻ്റെ മോണിറ്ററും, പിന്നെ ടേബിള്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ 2-3 ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോവാട്ടോ. നമ്മൾ വിചാരിച്ച് കൊണ്ടുപോകുന്നില്ല, കാരണം എല്ലാം കൂടെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മെസ്സാവും. പിന്നെ അതിൻ്റെ കണ്ടീഷനും അത്ര ഗുഡൊന്നും അല്ല. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കും. മീൻസ് ഞാൻ പറയല്ലോ, ഒഴിവാക്കാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എളുപ്പമായിരുന്നു. അവിടെ ചെന്ന് ഇത് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്താണെങ്കിലും അത് ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 റൂമൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. അത് വേറെ കാര്യം, സാധനങ്ങൾ എടുത്തിട്ടാണല്ലോ ക്ലീനിങ്. ഇനി എൻ്റെ കിച്ചൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കിച്ചൺ എനിക്കറിയത്തില്ല എവിടെ നിന്ന് തുടങ്ങണമെന്ന്, കാരണം പക്ഷെ ചെയ്തേ പറ്റത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ കാണിച്ച് എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ കണ്ടതേ കിച്ചൺ ഐറ്റംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഓരോ മൂലയിൽ നിന്ന് ഓരോന്ന് എടുത്ത് എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് വെക്കാം. അപ്പോൾ ഏകദേശം അറിയാമല്ലോ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു. പാക്ക് ചെയ്ത് തുടങ്ങിയപ്പം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ പാർട്ട് കിച്ചണായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് പാത്രങ്ങളുണ്ട്. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ ഞാൻ ഈ പാത്രത്തിൻ്റെ ഇതായിട്ട്. അപ്പോഴെല്ലാം അജയ്ചേട്ടൻ പറയും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര പാടായിരിക്കും എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അജയ്ചേട്ടൻ പറഞ്ഞു, നീ തന്നെ കിച്ചൺ നോക്കിക്കോ, ഞാനായിട്ട് ഇടപെടാൻ വരത്തില്ല, പാക്ക് ചെയ്ത് തന്നാൽ മതി, ഞാൻ എടുത്തുകൊണ്ടെല്ലാം പൊക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ വെളിയിലെടുത്ത് വെച്ചിട്ട് ഓരോരോ സാധനത്തിന് മീൻസ് ഓരോ പാത്രത്തിൻ്റെ അകത്ത് എത്ര സാധനങ്ങൾ കൊള്ളും അങ്ങനെ കയറ്റി വെച്ചു. പിന്നെ പൊട്ടുന്ന പാത്രങ്ങളെല്ലാം മാറ്റി അങ്ങനെയൊക്കെ സോർട്ട് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയുക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടോ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പം മോസ്റ്റ്ലി ഉപയോഗിക്കുന്നില്ലാത്ത സാധനങ്ങളും എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു കേട്ടോ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാട്ടോ. ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. ഇപ്പം ഏകദേശം 11-12 മണിയായി. അവി വരുന്നിടം വരെ ഉള്ളൂ കേട്ടോ. കുറേ എന്തൊക്കെയോ സാധനം അങ്ങോട്ടും ഇളകുന്നുണ്ട്. എന്താവും അറിയത്തില്ല. എന്നാലും നിറയെ സാധനങ്ങളോട് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പോയി ഒരു റൗണ്ട് വെച്ചിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിനി കൊണ്ടുവച്ചിട്ട് പിന്നെയും വന്നിട്ട് വേണം നമുക്ക് പിന്നെ തിരിച്ചു പോകാനായിട്ട്. അവി സ്കൂളിൽ നിന്ന് വരുന്നിടം വരെ നമുക്ക് സമയമുള്ളൂ. അതാണ് മെയിൻ ഇഷ്യൂ. നമ്മൾ കാറല്ല വാൻ ഹയർ ചെയ്തിക്കോട്ടെ എൻ്റർപ്രൈസിൻ്റെ 1 ദിവസത്തേക്ക് ഫുള്ള്. അങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഇനി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ, ഓരോ ദിവസം ഓരോ കവർ പൊട്ടിച്ചാൽ മതി. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിക്കുകയും വേണം. അപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും തിരിച്ചു വരാം.
ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം നേരെ ഗ്യാരേജിലേക്ക് ഇറക്കി വെക്കോട്ടോ ചെയ്തത്. ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ കിച്ചൺ ഐറ്റംസൊക്കെ നേരെ എന്താ പറയുക കിച്ചണിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതെന്താണെങ്കിലും അത്യാവശ്യമുള്ളതാണല്ലോ. നാളെ രാവിലെ മുതൽ കുക്ക് ചെയ്ത് തുടങ്ങണമെന്ന് ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ സാധനങ്ങളെല്ലാം കിച്ചണിലേക്ക് വെച്ചു. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഡംപ് ചെയ്തിട്ടുണ്ടെന്ന് ഗ്യാരേജിലാട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. വിശന്ന് കുടല് കരിയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ പഴയ വീട്ടിലേക്ക് പോയി. നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയും കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവയുടെ കട്ടിലും പിന്നെ ആയിഷയുടെ ടേബിളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ സത്യം ഞാൻ ശരിക്കും എടുത്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയിലിരുന്ന് അവിടുത്തെ വിടുമ്പോൾ ഉറങ്ങുമായിരുന്നു. ആ ഒരു അവസ്ഥയിലെത്തിയിട്ടാണ്. ഇനി പെട്ടെന്ന് പോയി തീർന്നാൽ മതിയായിരുന്നു. തീർന്നിട്ടും കാര്യമില്ലല്ലോ. ഇനി അവിടെ കൊണ്ടു ഇറക്കിയ സാധനങ്ങളെല്ലാം നമുക്ക് എന്താ ചെയ്യുക, എടുത്തു വെക്കണം. എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് തലവേദന എടുക്കുക. അപ്പോൾ ഞങ്ങൾ ബാക്കി സാധനങ്ങൾ കൂടെ ഒക്കെ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് തിരിച്ചു പോരും കേട്ടോ. ഇപ്പോൾ അവിനെ വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. 3:30 അവിടെ സ്കൂൾ വിടും. അന്നേരത്തേക്ക് നമ്മളവിടെ എത്തണം കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഇവിടെ എല്ലായിടത്തും ട്രാഫിക്കാണ്. ഇപ്പം പൊതുവെ സ്കൂളൊക്കെ വിടുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് നല്ല ട്രാഫിക്കാട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വഴിയൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പം എത്തുമെന്ന് അറിയത്തില്ല. 3:28 3:30 ആകുമ്പോഴത്തേക്കും ഗേറ്റ് തുറക്കുക. അതിന് മുമ്പ് എത്തണം. എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് താമസിച്ചാൽ കുഴപ്പമില്ല, ഒരു 5-10 മിനിറ്റ് കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ആരുടെ കയ്യിൽ കൊച്ചിനെ കൊടുക്കത്തുമില്ല. അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഞങ്ങൾ അതിനെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഇനി നാളെ വന്ന് ഈ വീടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി അവിനെ വിളിക്കട്ടെ. അങ്ങനെ അവിനെ വിളിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടോ. കുറച്ച് ലേറ്റ് ആയിരുന്നു. എല്ലാ പിള്ളേരും പോയായിരുന്നു. ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുന്ന സമയപ്പോഴത്തേക്കും ഇനി അജേഷേട്ടൻ വണ്ടി കൊണ്ട് കൊടുക്കാൻ പോയി. നമ്മൾ റെൻറ്റിനെടുത്ത കാറ് അജേഷേട്ടൻ കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം, ഇല്ലെങ്കിൽ വീട്ടിൽ പോകണം. എന്താ ചെയ്യണേന്ന് അറിയത്തില്ല. ഞാൻ ചേട്ടൻ വന്നിട്ട് വേണം. ഇനിയിപ്പം ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ നമുക്ക് കിട്ടിയാലേ ഉള്ളൂ കേട്ടോ. നാളെ വരാമെന്ന് വിചാരിച്ചു. അവയും കുറേ ദിവസമായി ഇങ്ങനെ ഓടുന്നു. ഒന്നുമില്ല, ഒന്നും മിണ്ടര്. ഞാൻ എന്താ അവയും കഴിഞ്ഞ കുറേ ദിവസം ഇങ്ങനെ ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ചില ദിവസം ഉറക്കത്തിൽ നിന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഉറങ്ങുന്നു, പിന്നെ എടുത്തുകൊണ്ട് വന്നു, അങ്ങനെയൊക്കെ. അപ്പം അവന് ഇനി നാളെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ഒത്തിരി ടയർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടിക്ക് പറക്കുകയാണെങ്കിൽ അവി അവിടെ നടന്നുള്ളൂ. പിന്നെ ഉറങ്ങുന്ന സമയത്ത് അവനെ ഉറക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ അജീഷേട്ടൻ വന്നു. അവിനെ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. അവയാണല്ലോ പകുതി എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് ഉറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 3 പേരും നല്ല ടയർഡാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം. കാരണം ഇല്ലെങ്കിൽ ഇടാനുള്ള ഡ്രസ്സോ ഇല്ലെങ്കിൽ നാളെ കുക്ക് ചെയ്യാനുള്ളതോ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പം വീട്ടിൽ പോയിട്ട് ആ പരിപാടി കൂടെ ചെയ്യണം. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.